ബി രവി പിള്ള, ആദരണീയായ മേയർ കുമാരി ആര്യ രാജേന്ദ്രൻ, ബഹുമാനരായ എംപിമാർ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ എ റഹീം, ബഹുമാനരായ MLA മാർ ശ്രീ VK പ്രശാന്ത്, നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാൻ ശ്രീ P ശിവരാമകൃഷ്ണൻ, M അനിരുദ്ധൻ, ഡോക്ടർ ആസാദ് മൂപ്പൻ, വേദിയിൽ സദസ്സിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനരായ മന്ത്രിമാർ, MP മാർ, MLA മാർ, മറ്റ് ജനപ്രതിനിധികൾ, അതുപോലെ ലോക കേരള സഭയിലെ അംഗങ്ങളായിട്ടുള്ള ബഹുമാന്യരായ പ്രവാസി നേതാക്കന്മാർ, ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, മറ്റ് സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാർ, ഇന്ന് 3ാം ലോക കേരള സഭയുടെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ 3ാം സമ്മേളനത്തിന് നാന്ദി കുറിക്കുകയാണ്. സമ്മേളനങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന ചർച്ചകളും നിർദ്ദേശങ്ങളുമെല്ലാം കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന്, മുന്നോട്ടുള്ള ഗതിക്ക് ഊർജം പകർന്നിട്ടുണ്ട് എന്നതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കേരളം വളരുന്നു, പശ്ചിമഘട്ടങ്ങളെ കേറിയും കടന്നും ചെന്ന് അന്യമാം ദേശങ്ങളിൽ എന്ന് കവി പാടിയത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾ അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് പുറത്തേക്ക് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയ ഒരു പ്രവാസി സമൂഹം കേരളത്തിൻ്റെ അഭിമാനമാണ്, കേരളത്തിൻ്റെ മുതൽക്കൂട്ടാണ്. ഈ പ്രവാസി നമ്മുടെ സഹോദരി സഹോദരന്മാരുമായിട്ട് ചേർന്നുകൊണ്ട് കേരളം ഒരു വിശാല കേരളമായി, ഒരു ആഗോള കേരളമായി, ഒറ്റക്കെട്ടായി, ഒരുമയോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയെടുക്കുവാനായിട്ട് കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തികമായിട്ടുള്ള കാര്യമായാലും, സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളായാലും, സാമൂഹ്യമായിട്ടുള്ള മുന്നേറ്റമായാലും എല്ലാ തലങ്ങളിലും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പ്രവർത്തനമാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പം അത്തരത്തിൽ ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്യുന്നതിൻ്റെ നാന്ദി കുറിച്ചുകൊണ്ടാണ് നമ്മൾ മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിലുള്ള ഈ പുതിയ പരീക്ഷണം തുടങ്ങി വെച്ചത്. അത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിന് ഈ ലോക കേരള സഭയിലെ എല്ലാ അംഗങ്ങളും വലിയ സംഭാവനകൾ മുമ്പേ നൽകിയിട്ടുണ്ട്, ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനത്തിന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സമാദരണീയനായ ഗവർണർ അവർകളെയാണ്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തെക്കുറിച്ച് ആഴമായി പഠിക്കുകയും കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിൽ എപ്പോഴും താല്പര്യമെടുക്കുകയും കേരളത്തിൻ്റെ സാംസ്കാരികവും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഈ ലോക കേരള നമുക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ സർവതോമുഖമായ വികസനത്തിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നേതൃത്വം കൊണ്ട് കേരളം ഇന്ന് മറ്റു സംസ്ഥാനങ്ങളുടെ മുൻപന്തിയിൽ പല മേഖലകളിൽ എത്തിയിരിക്കുകയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 4 വർഷമായിട്ട് നമ്മൾ 1ാം സ്ഥാനത്താണ്. ഈ കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ച ഗവേണൻസ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്താണ്. അതോടൊപ്പം തന്നെ ഹെൽത്ത് സൂചിക, നീതി ആയോഗിൻ്റെ ഹെൽത്ത് സൂചികയിൽ കേരളം 4 വർഷമായിട്ട് 1ാം സ്ഥാനത്താണ്.
അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പോവർട്ടി അത് കുറഞ്ഞ സംസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ കേരളമാണത്. 0.71% മാത്രമേ ഉള്ളൂ നമ്മുടെ പോവർട്ടി. ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കപ്പെടുന്ന സംസ്ഥാനമുള്ള പബ്ലിക് അഫയേഴ്സ് റാങ്കിങ്ങിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. അപ്പോൾ അങ്ങനെ നിരവധി മേഖലകളിൽ നമ്മൾ 1ാം സ്ഥാനം കരസ്ഥമാക്കുന്നതിന് ഇങ്ങനെ കേരളത്തിനെ വളരെ നേതൃത്വപരമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനായ മുഖ്യമന്ത്രി ഇന്ന് ഇവിടെ സന്നിഹിതനാകേണ്ടതായിരുന്നു. പക്ഷേ ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്നത് നമ്മുടെ ആദരണീയനായ സ്പീക്കർ ശ്രീ എം പി രാജേഷ് അവറുകളാണ്. ലോക കേരള സഭയുടെ അധ്യക്ഷനും അദ്ദേഹം തന്നെയാണ്. നമ്മുടെ പാർലമെൻ്ററി രംഗത്ത് വളരെ വിശാലമായ ഉദാത്തമായ കാഴ്ചപ്പാടോടെ നിയമസഭയെയും അതോടൊപ്പം തന്നെ ലോക കേരള സഭയെയും അതിൻ്റെ നടപടികൾ മുന്നോട്ട് നയിക്കുവാനായിട്ട് അദ്ദേഹം വളരെയധികം കഴിവുറ്റ നേതൃത്വമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനായ സ്പീക്കറെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ ബഹുമാനായ മന്ത്രിമാർ എല്ലാവരും സന്നിഹിതരായിട്ടുണ്ട്. ഇവിടെ വേദിയിൽ റവന്യൂ ആൻഡ് ഹൗസിംഗ് മിനിസ്റ്റർ ശ്രീ കെ രാജൻ, വാട്ടർ റിസോഴ്സ് മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിൻ, അതുപോലെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് മിനിസ്റ്റർ ശ്രീ എ കെ ശശീന്ദ്രൻ, ഓരോരുത്തർക്കും വേണ്ടി സ്വാഗതം ചെയ്യുന്നു. വിദേശ രാജ്യങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം കേരളത്തിൻ്റെ ഏറ്റവും മികച്ച അംബാസഡർമാരായി പ്രവർത്തിക്കുന്ന മഹത് വ്യക്തികൾ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അവരുടെ ഈ സാന്നിധ്യം ഈ സമ്മേളനത്തിന് വളരെയധികം ഒരു ഊർജം പകരുന്നു എന്നതിന് ഒരു സംശയമില്ല. അവരെക്കുറിച്ച് മലയാളികൾ, കേരളത്തിലുള്ളവർക്കും പുറത്തുള്ളവർക്കും ആയിട്ടുള്ള മലയാളികൾക്കെല്ലാം അഭിമാനമുണ്ട്. അങ്ങനെ നമ്മോടൊപ്പം ഇവിടെ എത്തിയിരിക്കുന്ന ഡോക്ടർ എം.എ. യൂസഫ് അലി, വൈസ് ചെയർമാൻ നോർക്ക റൂട്ട്സ്, അതോടൊപ്പം തന്നെ ഡോക്ടർ ബി രവി പിള്ളൈ, ഡയറക്ടർ നോർക്ക റൂട്ട്സ് എന്നിവരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ ഇവിടെ വിശിഷ്ടരായിട്ടുള്ള ജനപ്രതിനിധികൾ സന്നിഹിതരായിട്ടുണ്ട്. ശ്രീമതി കുമാരി ആര്യ രാജേന്ദ്രൻ, മേയർ തിരുവനന്തപുരം, അതോടൊപ്പം തന്നെ ബഹുമാനായ എം പിമാർ ശ്രീ ജോൺ ബ്രിട്ടാസ്, ശ്രീ 𝐤𝐬 റഹീം, ബഹുമാനായ MLA ശ്രീ VK പ്രശാന്ത്, പി ശ്രീരാമകൃഷ്ണൻ, നോർക്ക റൂട്ട്സിൻ്റെ ഡയറക്ടർ ഡോക്ടർ M അനിരുദ്ധൻ, അതോടൊപ്പം തന്നെ ഡോക്ടർ ആസാദ് മൂപ്പൻ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ എന്നിവർ ഈ വേദിയിൽ ഉണ്ട്. അവരെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് സദസ്സിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മുടെ ബഹുമാനായ മന്ത്രിമാർ സദസ്സിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, ശ്രീ VN വാസവൻ, ശ്രീ P രാജീവ്, ശ്രീ K രാധാകൃഷ്ണൻ, ശ്രീ PA മുഹമ്മദ് റിയാസ്, ശ്രീമതി ചിഞ്ചു റാണി, ശ്രീ KN ബാലഗോപാൽ എന്നിവർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്രീമതി R ബിന്ദു, ശ്രീമതി വീണ ജോർജ് എന്നീ മിനിസ്റ്റർമാരും ഇവിടെ വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വേദിയിലുള്ള ബഹുമാനായ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ബിനോയ് വിശ്വം MP എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാതെ പോയതല്ല, ഇടയ്ക്ക് വിട്ടുപോയതാണ്. അദ്ദേഹത്തിൻ്റെ ഈ സമ്മേളനത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനായ MP ശ്രീ ബിനോയ് വിശ്വം അവറുകളെ ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന ബഹുമാനരായ മറ്റ് എല്ലാ MLA MP മാരും തുടങ്ങിയ ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധി
സുമൻ ബില്ല, അതുപോലെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട നാട്ടുകാർ, ഇത് വേണ്ട രീതിയിൽ കവർ ചെയ്യാനെത്തിയിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾ, ഇവിടെ ഈ സമ്മേളനം വിജയിപ്പിക്കാനായി അണിനിരന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രത്യേകം സ്വാഗതം ആശംസിച്ചുകൊണ്ട് വിരമിക്കുന്നു. നമസ്കാരം. വളരെ നന്ദി സർ. ഇന്നത്തെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ MP രാജേഷാണ്. അധ്യക്ഷ പ്രസംഗത്തിനായി സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ആദരണീയനായ കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ജി, വേദിയിലുള്ള വിശിഷ്ട അതിഥികളെ, സദസ്സിലുള്ള ബഹുമാന്യരെ, പ്രവാസി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ലോക കേരള സഭയുടെ 3ാം സമ്മേളനത്തിന് ഈ പൊതുസമ്മേളനത്തോടുകൂടി തുടക്കം കുറിക്കുകയാണ്. ലോക കേരള സഭയുടെ പരാമർശിക്കുകയുണ്ടായി. നമ്മൾ സാധാരണ പറയാറുണ്ട് കൊച്ചു കേരളം എന്ന്. എന്നാൽ അത്ര കൊച്ചു കേരളമല്ല നമ്മുടെ കേരളം എന്ന് തെളിയിക്കുന്നതാണ് കേരളത്തിൽ നിന്നുള്ള പ്രവാസി സമൂഹത്തിൻ്റെ വൈപുല്യവും ശക്തിയും. ലോകം മുഴുവൻ ഒഴുകിപ്പരന്ന, എല്ലായിടത്തും എത്തിച്ചേർന്ന, എല്ലായിടത്തും ഈ ഭൂമിയുടെ മുഴുവൻ കോണുകളിലും സവിശേഷമായ സാന്നിധ്യമറിയിച്ച ഒരു സമൂഹമാണ് മലയാളി സമൂഹം. ആ പ്രവാസി സമൂഹത്തിൻ്റെ വിശാലമായ ജനാധിപത്യ വേദി എന്നതാണ് ലോക കേരള സഭയുടെ വിശ്വ കേരളത്തിൻ്റെ വിശാല ജനാധിപത്യ വേദിയാണ് ലോക കേരള സഭ എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. കേരളത്തിലെ പ്രവാസി സമൂഹം വളരെ നിർണായകമായൊരു പങ്കാണ് കേരളത്തിൻ്റെ പുരോഗതിക്ക്, കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിന്, സാമ്പത്തിക സമ്പദ്ഘടനയ്ക്ക്, സാംസ്കാരിക ജീവിതത്തിന് എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആ സംഭാവനകളെയൊക്കെ വിശദീകരിക്കാൻ ഞാൻ ഈ അധ്യക്ഷ പ്രസംഗത്തിൽ മുതിരുന്നില്ല. പക്ഷെ കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ സംബന്ധിച്ച് പ്രവാസി സമൂഹത്തിൻ്റെ വിലമതിക്കാനാവാത്ത പങ്ക് പരാമർശിക്കാതിരിക്കാനാവില്ല. കേരളത്തിൻ്റെ GDP-യുടെ, സംസ്ഥാന ആഭ്യന്തരോൽപാദനത്തിൻ്റെ 35% പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണം. ഇന്ത്യയുടെ GDP-യുടെ 3% മാത്രമാണ് പ്രവാസികളുടെ വരുമാനം, അല്ലെങ്കിൽ പ്രവാസികൾ ഇന്ത്യയിലേക്ക് അയക്കുന്ന പണം എന്ന് നമ്മൾ ഓർക്കണം. രാജ്യത്തിന്റെ GDP-യുടെ 3% മാത്രമാണെങ്കിൽ കേരളത്തിന്റെ GDP-യുടെ 35%. ആസൂത്രണ ബോർഡിന്റെ ഒരു കണക്കാണ്. അപ്പൊ ഏതാണ്ട് 1/3, GDP-യുടെ 1/3 പ്രവാസികളുടെ സംഭാവനയാണ് എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ സമ്പദ്ഘടനയെയും സാമ്പത്തിക സാമൂഹിക ജീവിതത്തെയും എത്ര ആഴത്തിൽ സ്വാധീനിക്കുന്നു പ്രവാസി സമൂഹം എന്നത് വ്യക്തമാവുകയാണ്. ആ പ്രവാസി സമൂഹത്തിന്റെ മറ്റ് കഴിവുകളെ വേണ്ടതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അതുപോലെ പ്രവാസി സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ, കേരളത്തിന്റെ മുന്നിലുള്ള അവരുടെ നിർദ്ദേശങ്ങൾ, അവരുടെ ചിന്തകൾ, ഇതൊന്നും പ്രയോജനപ്പെടുത്താനുള്ള ഒരു വേദി ഉണ്ടായിരുന്നില്ല. അങ്ങനെ നാം ആലോചിച്ചിരുന്നുമില്ല. ലോക കേരള സഭയുടെ പ്രാധാന്യം, ലോക കേരള സഭ നിലവിൽ വന്നതോടുകൂടി പ്രവാസി സമൂഹത്തിന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ
അവരുടെ ചിന്തകൾ പങ്കുവെക്കാൻ, അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാൻ, അവരുടെ ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ജനാധിപത്യ വേദിയുണ്ടായി എന്നതാണ്. അതാണ് ലോക കേരള സഭയുടെ പ്രാധാന്യം. ചരിത്രത്തിലാദ്യമായി അത്തരത്തിലൊരു ജനാധിപത്യ വേദി നമുക്ക് പ്രദാനം ചെയ്യാൻ കഴിഞ്ഞു എന്നത് ലോക കേരള സഭയുടെ പ്രാധാന്യമാണ്. അത് അവരുടെ അഭിപ്രായങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതോടൊപ്പം പ്രാതിനിധ്യ സ്വഭാവത്തോടു കൂടിയാണെങ്കിലും അവർക്കൊരു വേദി ഒരുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതിന്റെ ഘടനയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കേരളത്തിലെ ജനപ്രതിനിധികൾ, നിയമസഭാംഗങ്ങളുണ്ട്, കേരളത്തെ പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗങ്ങളുണ്ട്, അതിനു പുറമെ പ്രവാസി സമൂഹത്തിന്റെ പ്രതിനിധികളുമുണ്ട്. ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു വേദി ഒരുക്കുന്നത്. ലോകത്ത് പല രാജ്യങ്ങളിലും പ്രവാസി സമൂഹത്തിന് അവരുടെ നിയമനിർമ്മാണ സഭകളിലേക്ക് പ്രതിനിധികളെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അപ്പോ ഒരു ജനാധിപത്യപരമായ വേദി ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്തത്. അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എന്നത് ലോക കേരള സഭയെ വളരെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുകയാണ്. അവരെ കേൾക്കുക മാത്രമല്ല, അവരുടെ അഭിപ്രായങ്ങൾ നയരൂപീകരണത്തിൽ, തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാം വിലമതിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് കഴിഞ്ഞ 2 ലോക കേരള സഭയുടെ അനുഭവം. ആ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ അപ്പോഴും ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. 2 ലോക കേരള സഭ നടന്നു, എന്ത് പ്രയോജനമുണ്ടായി? ചോദ്യങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല, പക്ഷെ ഉത്തരത്തിലേക്ക് ഈ വേദിയിൽ കടക്കാം എന്നാണ് തോന്നുന്നത്. എന്താണ് 2 ലോക കേരള സഭകൾ കൊണ്ട് ഉണ്ടായ പ്രയോജനം എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാവുന്ന ഒരു വേദിയാണ് ഈ പൊതുസമ്മേളനം എന്നതുകൊണ്ടാണ് വളരെ ഹ്രസ്വമായി അതിലേക്ക് കടക്കാം എന്ന് നിശ്ചയിച്ചത്. ലോക കേരള സഭയിൽ ഉയർന്നു വരുന്ന ആശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും മൂർത്തമായ രൂപം, പ്രായോഗികമായിട്ടുള്ള രൂപം കൊടുക്കുന്നതിന് വേണ്ടി 7 മേഖലാ കേന്ദ്രീകരിച്ച സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ചോദ്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരികയുണ്ടായി. ഈ സഭാ സമ്മേളനം ചേരുന്നതിന് പുറമെ മറ്റെന്താണുള്ളത് എന്ന്. 7 മേഖലാ കേന്ദ്രീകരിച്ച സമിതികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലോക കേരള സഭ അതുപോലെ ലോക കേരള സഭയിൽ ഉയർന്നു വന്ന ഓവർസീസ് കേരളൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ് കമ്പനി ലിമിറ്റഡ് ഉണ്ട്, NRI നിർമ്മാണ, NRI സഹകരണ സൊസൈറ്റി, നോർക്ക റൂട്ട്സിൽ ആരംഭിച്ച വിമൻസ് സെല്ല്, CDSലെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിലെ അന്താരാഷ്ട്ര മൈഗ്രേഷൻ സെന്റർ, ലോക മലയാളം എന്ന പ്രസിദ്ധീകരണം എന്നിവയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ലോക കേരള സഭയുടെ ഉൽപ്പന്നങ്ങളാണ്. നോർക്കയുടെ ജോബ് പോർട്ടൽ, പ്രവാസികളാവാൻ താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടുള്ള നൈപുണ്യ വികസന പരിപാടികൾ, ജർമ്മനിയിലേക്ക് വിദഗ്ധ നഴ്സുമാരെ തിരഞ്ഞെടുത്തയക്കുന്ന ട്രിപ്പിൾ വിൻ പ്രോജക്റ്റ്, തൊഴിൽ റിക്രൂട്ട്മെന്റിനായി ജപ്പാൻ, ദക്ഷിണ കൊറിയ, നെതർലാൻഡ്സ് എന്നീ രാജ്യങ്ങളുമായി ഏർപ്പെടുത്തിയിട്ടുള്ള കരാർ, പ്രവാസി ലീഗൽ എയ്ഡ് സെൽ, കോവിഡ് ഘട്ടങ്ങളിൽ 17 രാജ്യങ്ങളിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കുകൾ, സാന്ത്വനം പദ്ധതി, നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺഡ് എമിഗ്രൻസ്, ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ, പ്രവാസി ഡിവിഡൻഡ് സ്കീം, ഇതെല്ലാം കഴിഞ്ഞ 2 ലോക കേരള സഭകളിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപം കൊടുത്തതാണ്. ലോക കേരള സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ് എന്നതുകൊണ്ടുകൂടിയാണ് ഈ കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കാം എന്ന് വെച്ചത്. ഈ ഞങ്ങൾ സ്വാഗതാർഹമാണ്, സ്വാഗതാർഹമാണ്. വിമർശനങ്ങളും വിയോജിപ്പുകളും ഏതാശയത്തെയും, ലോക കേരള സഭ എന്നല്ല ഏതൊരാശയത്തെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്. എന്നാൽ വിമർശനങ്ങൾക്ക് പകരം
പ്രവാസി സമൂഹത്തിന്റെ വിശാലമായ ജനാധിപത്യ വേദിയെ വൽക്കരണത്തിന്റെ ഒരു സവിശേഷമായിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള ഒരു പശ്ചാത്തലത്തിലാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം പ്രവാസികളുടെ തിരിച്ചുവരവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉക്രൈൻ യുദ്ധം അരക്ഷിതത്വവും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട് പ്രവാസി സമൂഹത്തിനിടയിൽ. ആ ഈ ലോക കേരള സഭയുടെ 3-ാം പതിപ്പിന്റെ ചർച്ച ചെയ്യപ്പെടും. അതോടൊപ്പം കേരളം പുരോഗതിയുടെയും സമ്പദ് വ്യവസ്ഥയായി കേരളത്തെ വികസിപ്പിക്കുന്നതിന് കേരളം സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളി ലോകമെമ്പാടും വൈജ്ഞാനിക മേഖലകളിലും സവിശേഷമായിട്ടുള്ള സാന്നിധ്യം അറിയിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. അവരുടെ എല്ലാം അനുഭവങ്ങളെ, വൈദഗ്ധ്യത്തെ, അറിവിനെ എങ്ങനെ കേരളത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം, വിജ്ഞാന സമ്പദ് വ്യവസ്ഥ വളരെ നന്ദി ബഹുമാനപ്പെട്ട സ്പീക്കർ. ഏതൊരു സംരംഭവും ഔദ്യോഗികമായി ആരംഭിക്കുന്നത് ഔപചാരിക ഉദ്ഘാടനത്തിലൂടെയാണ്. ഇനി 3-ാം ലോക Honorable Governor of Kerala, Shri Arif Muhammad Khan, to kindly inaugurate the ceremony and deliver the inaugural address. बहुमान्य हाउसिंग श्री के राजन, Resources Shri Roshi Augustine, Honorable Minister for Forest and Wildlife Shri 𝐒𝐭𝐚𝐫𝐯𝐢𝐬𝐿, Honorable Minister for Ports, Museums and Archaeology Shri Ahmed Devarkove, Honorable Minister for Transport Advocate Anthony Raju, Honorable Minister for General Education and Labour Shri V. Shivankutti, Honorable Minister for Food and Civil Supplies Advocate G.R. Anil, Kumari Arya Rajendran, Honorable Mayor Thiruvananthapuram Corporation, Dr. M. Yusuf Ali, Vice Chairman Norca Routes, Dr. B. Ravi Pillai, Director Norca Routes, Advocate बहुमान्य नियम सभा अंगम Advocate V.K. Prashant,
बहुमान्य पार्लियामेंट अंगम श्री बिनोय विश्वम, बहुमान्य पार्लियामेंट अंगम श्री जॉन ब्रिटास, बहुमान्य पार्लियामेंट अंगम श्री ए रहीम, डॉक्टर वीपी जॉय, IAS चीफ सेक्रेटरी, IAS प्रिंसिपल सेक्रेटरी नॉर्का, श्री राम कृष्णा, रेजिडेंट वाइस चेयरमैन नॉर्का रूट्स, डॉक्टर M अनिरुद्धन, डायरेक्टर नॉर्का रूट्स, डॉक्टर आज़ाद मूपन, डायरेक्टर नॉर्का रूट्स, लोकम एम्पाडुम उल्ला, केरली यरुडे प्रतिनिधि सभा आया, लोका केरला सभा युडे मून्नाम सम्मेलनम उद्घाटनम चेय्यान अतियाया संतोषम उंड। इल्ला अंगंगल्कुम एंडे हार्दमाया स्वागतवुम आशंसकलुम। I am delighted to inaugurate the third meeting of the Lok Kerala Sabha. I feel I should begin by thanking the members of the Sabha for extending timely help to the authorities of Government of India and Government of Kerala in facilitating safe return of our people during the recent Ukrainian crisis. I recall that when we last met, that is in 2020, Kerala was basking in the glory of being declared a front-runner in achieving some of the sustainable development goals set by United Nations. However, since our last meeting, the global situation and equations have changed significantly owing to the COVID and Ukrainian crisis. Despite this, India could successfully tide over trials and tribulations, displaying its resilience in health and pharmaceutical sectors and the potential in the economic sector. Despite heavy odds, India made notable progress in digitization, investment, stability of supply chain, and sustainable development. Today we have the pride of our state Kerala winning the top spot for sustainability in Public Affairs Index 2021 and ranking first in Asia in the affordable talent in the Global Startup Ecosystem Report. It is a glad tidings that the number of unicorns or startup worth 7,500 crore rupees or more has touched 100 in India. Kerala's contribution to this growth has been in terms of wholehearted government support, which has encouraged many startups to move to Kerala and flourish. Besides, Kerala has secured the first rank for the single window system for delivery of e-services as per the report of National E-Services Delivery and has been placed fifth in the country and first among southern states in the good governance
homeland. Besides, when I convey this happiness to the Loka Kerala Sabha, it amounts to passing the joy to the Keralites living in every part of the world. As we all know, the Loka Kerala Sabha was formulated to encourage the active cooperation of non-resident Keralites across the globe and to integrate the diaspora informed discussions and exchange of views on issues related to and selected members of the returnee community. The role of the thousands of our people abroad have also contributed to the global reputation that India enjoys today. The initial struggles of Mahatma Gandhi, the greatest and most illustrious Indian Pravasi of all times, bear testimony to the Quite recently, our Honorable Prime Minister, Shri Narendra Modi ji, had said the new resurgent India has made up its mind to move forward with determination at a time when we are celebrating independence. This is the time when our non-resident citizens should come forward with greater vigor to strengthen India's Amrit Yatra towards greater progress and development. Coming to Kerala, our initiatives in all fields have always reflected the mind and mood of the nation, often setting models to be emulated by other states. The life and contributions of Pravasis have been models 𝐒𝐫𝐴𝐻 Kutumbakam, the belief that the whole world is one family of being is the founding virtue of Indian culture and civilization. To accept and respect diverse traditions, modes of worship, and their revered figures as true is an article of faith with us. This belief is too deeply and to diminish its validity and significance. Gurudev Rabindranath Tagore had underlined this unique feature of Indian culture in his noble acceptance speech
on 26th May 1921 when he referred to the Upanishadic lines, Yastu Sarvani Bhutani Atmanye Vanu Pashyati Sarva Bhuteshu. One who perceives in his own self, in all beings, and all beings in his own self, cannot, it is not possible for him to nurse any aversion for anyone anymore. It is with such a holistic vision that Kerala has benefited socially and economically from the positive impact of people's migration to other countries. With a recent economic review of Kerala pointing to over 50 lakh people in the state depending on non-resident Keralites, it is only natural that Loka Kerala Sabha has worked hard to formulate a vision document for future initiatives. I am told that this assembly of non-resident Keralites from around 65 countries and 21 states within India has identified geographical areas like the Middle East, Asia Pacific, Europe, Americas and Africa for discussion. It is quite appropriate that this forum would focus on topics like knowledge economy and migrant contribution for rebuilding Kerala. Along with the discussions on the future of migration, migration of women, government schemes for timely, since it is only through knowledge that any the coming years. The old adage in India is Vidya Mitram Pirvaseshu, meaning during Pirvasi life, who have established themselves could think of helping our emerging workforce to acquire skills and attributes suitable to a global work environment. Therefore, it would be helpful if Loka Kerala Sabha could think of occasional online interaction programs for the sharing of such knowledge and experience with the younger job seekers of Kerala. The issues related to the continuation of the education of our children who had to return due to Ukrainian crisis also need to be our priority. It is my sincere wish that more and more successful non-resident Keralite entrepreneurs would come forward to be part of Kerala's dream of creating more jobs in the information technology, tourism and electronic sectors which have been projected as Kerala levels of life are committed
to the conceiving and implementing of welfare policies and schemes reflecting Kerala's gratitude to Pravasi sisters and brothers. My best wishes to the representatives of Pravasi groups and other participants from the cultural, social, scientific and other areas, and I pray that their innovative ideas would benefit Kerala in the years to come. Loka samasta sukhino bhavantu, valre nanni, Jai Hind. Thank you, Honorable Governor, for gracing this occasion and delivering such an inspiring and memorable inaugural address. And your presence today in this function has immensely enhanced the importance of Loka Kerala Sabha once again. May I now request Sri Suman Billa IAS, Principal Secretary, Industries Department and representing Norca to render the formal vote of thanks. Sri Suman Billa IAS. Honorable Governor, Honorable Speaker, dignitaries on the dais, ladies and gentlemen, the Honorable Governor has to flight at 6:20 p.m. so he will need to depart from the venue now. So we will to thank the Honorable Governor for finding the time to be with us today and for imparting his guidance and vision to the Loka Kerala Sabha today. Please be seated where you are. Once we bid farewell to the Honorable Governor, we will come back and the proceedings will continue as scheduled. Thank you very much.